ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു റൂമർ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. കഴിഞ്ഞ 1-2 ദിവസമായി ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കേൽ സമാചാർ എന്ന മാധ്യമമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് മൊറോക്കൻ സൂപ്പർ താരമായ ആദിൽ താഹിഫിന് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സ് മാത്രമല്ല, മറ്റു 2 ISL ക്ലബ്ബുകൾ കൂടി അദ്ദേഹത്തിന് വേണ്ടി ശ്രമിച്ചിരുന്നു. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്, ഈസ്റ്റ് ബംഗാൾ എന്നിവരായിരുന്നു ആദിൽ താഹിഫിന് വേണ്ടി ശ്രമിച്ചിരുന്നത്. എന്നാൽ ഈ 2 ക്ലബ്ബുകളുടെയും ഓഫർ അദ്ദേഹം തള്ളിക്കളഞ്ഞിട്ടുണ്ട്. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഓഫർ ഇതുവരെ അദ്ദേഹം തള്ളിക്കളഞ്ഞിട്ടില്ല. പക്ഷെ അത് തള്ളിക്കളയാനുള്ള സാധ്യതകൾ അവിടെയുണ്ട്. കാരണം ISLലേക്ക് വരാൻ അത്ര ഒരു താല്പര്യം ആദിൽ താഹിഫ് പ്രകടിപ്പിച്ചിട്ടില്ല എന്ന കാര്യം കൂടി കേൽ സമാചാർ പറയുന്നുണ്ട്. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ഫാൻ ബേസ് ഒക്കെ കണ്ടുകൊണ്ട് അദ്ദേഹം വരുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. മൊറോക്കൻ താരമാണ് ഇദ്ദേഹം. മൊറോക്കയിലെ ഒരു ഫസ്റ്റ് ഡിവിഷൻ ക്ലബിന് വേണ്ടിയാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. 24 വയസ്സ് മാത്രമാണ് ആദിൽ താഹിഫിനുള്ളത്. സെന്റർ ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന താരമാണ്. മൊറോക്കോയിലെ തന്നെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് ആദിൽ താഹിഫ്. മാത്രമല്ല, ഒളിമ്പിക്സിൽ മൊറോക്കൻ ദേശീയ ടീമിന് വേണ്ടി ഇദ്ദേഹം കളിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ വളരെ സുപ്രധാനമായ അല്ലെങ്കിൽ ഒരു മികച്ച താരം തന്നെയാണ് ആദിൽ താഹിഫ്. അദ്ദേഹത്തെ കൊണ്ടുവരിക എന്നത് ഒട്ടും എളുപ്പമുള്ള ഒരു കാര്യമാവില്ല. നമുക്കറിയാം, ഒരുപാട് മൊറോക്കൻ താരങ്ങൾ ഇപ്പോൾ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കളിക്കുന്നുണ്ട്. അവരുടെ ഒരു സ്വാധീനത്താൽ ആദിൽ താഹിഫ് ഇന്ത്യയിലേക്ക് വരുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഏതായാലും ഈ റൂമറിലെ കൂടുതൽ ആധികാരികമായ വിവരങ്ങൾ പുറത്തേക്ക് വരേണ്ടതുണ്ട്. കേൽ സമാചാർ മാത്രമാണ് ഇപ്പോൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആദിൽ താഹിഫിനെ പോലെയുള്ള ഒരു യുവ സെന്റർ ബാക്കിന് ലഭിക്കുകയാണെങ്കിൽ അത് തീർച്ചയായും കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറെ മുതൽക്കൂട്ടാവുന്ന ഒരു കാര്യമായിരിക്കും. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.